ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടന്നേജ് ടാക്സ് സ്കീമിനെ കുറിച്ചാണ്. അതായത് അസസ്മെന്റ് ഓഫ് കമ്പനീസിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടന്നേജ് ടാക്സ് സ്കീം എന്ന് പറയുന്നത്. ഒരു ഷിപ്പിംഗ് കമ്പനീസിന് ഇന്ത്യയിലെ വേൾഡ് നമ്മുടെ ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനീസിനൊക്കെ ലോകത്താകമാനമുള്ള ഷിപ്പിംഗ് മേഖലയിൽ അല്ല ഷിപ്പിംഗ് കോമ്പറ്റീറ്റേഴ്സിനോട് കോമ്പറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുവാൻ വേണ്ടിയിട്ട് സാധാരണ ടാക്സ് സിസ്റ്റം അനുസരിച്ചുള്ള ടാക്സ് സിസ്റ്റത്തിന് വിഭിന്നമായിട്ട് ഒരു പ്രത്യേക ടാക്സ് സിസ്റ്റം അവർക്ക് നൽകുന്നുണ്ട്. ഒരു ആനുകൂല്യം, കുറച്ച് ആനുകൂല്യം എന്ന രീതിയിൽ നൽകുന്നുണ്ട്. ആ ടാക്സ് സിസ്റ്റമാണ് ടന്നേജ് ടാക്സ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ടന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഷിപ്പിംഗ് കമ്പനി അവരുടെ ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ ടാക്സ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നോക്കുന്നത്. ഓക്കെ, the government has introduced tonnage tax system for taxation of income derived from shipping activities by an Indian company. The tonnage tax scheme is an optional scheme for qualifying Indian shipping company. Only after satisfying certain conditions, a company is eligible to be enrolled under this scheme. ഒരു ഷിപ്പിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു ഇന്ത്യൻ കമ്പനിക്ക് അവരുടെ ഇൻകം ടാക്സേഷന് വേണ്ടിയിട്ട് ഇൻകം ടാക്സേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ് TTS അല്ലെങ്കിൽ ടന്നേജ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു ഓപ്ഷണൽ സ്കീമാണ്. അവർക്ക് വേണമെങ്കിൽ അവർക്ക് സാധാരണ രീതിയിലുള്ള ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന ആ ഒരു രീതി അഡോപ്റ്റ് ചെയ്തിട്ട് ടാക്സ് ചെയ്യാം. അതല്ലെങ്കിൽ ടന്നേജ് ടാക്സ് സ്കീം അനുസരിച്ച് അഡോപ്റ്റ് ചെയ്യാം. ടന്നേജ് ടാക്സ് സ്കീം അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസും ഒക്കെ ആ കമ്പനി സാറ്റിസ്ഫൈഡ് ആവണം. എന്നാൽ മാത്രമേ ആ കമ്പനിക്ക് ടന്നേജ് ടാക്സ് സ്കീമിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് ഇതിനുള്ള ക്രൈറ്റീരിയ എന്ന് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ടന്നേജ് ടാക്സ് സ്കീം. A company is expected to own at least one qualifying ship to be eligible for tonnage tax scheme, and that the business of qualifying ship has to be treated as a separate business. Separate accounts must be maintained for the same. അതായത് മിനിമം ഒരു ക്വാളിഫയിങ് ഷിപ്പ് എങ്കിലും വേണം ഒരു കമ്പനിക്ക് ടന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചിട്ട് ടാക്സേഷനിലേക്ക് പോവാൻ. ആ കമ്പനിക്ക് ഉള്ള ബിസിനസ് വേറൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ആ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഷിപ്പിംഗ് ബിസിനസ്സിന് വേറൊരു അക്കൗണ്ടും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ സെപ്പറേറ്റ് അക്കൗണ്ട്സും എന്ത് ചെയ്യണം, ആ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഹെൻസ് the three main criteria for a tonnage tax scheme are: first one, it is a qualifying company. The company operate ship. The company operate a qualifying ship or ships. മൂന്ന് ക്രൈറ്റീരിയ, അതായത് ഒരു ടന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചിട്ട് TTS അനുസരിച്ചിട്ട് ടാക്സ് ആ സ്കീമിലേക്ക് വരണമെങ്കിൽ മൂന്ന് ക്രൈറ്റീരിയ ആ കമ്പനി എന്ത് ചെയ്യണം, പാലിക്കണം. ഒന്ന്, ആ കമ്പനി ഒരു ക്വാളിഫൈങ് കമ്പനി ആയിരിക്കണം. ദെൻ ദ കമ്പനി ഓപ്പറേറ്റ് എ ഷിപ്പ്. ആ കമ്പനി എന്താണ്, ഷിപ്പിംഗ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന, ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കണം. ദെൻ ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിപ്പ് ടന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചിട്ട് ക്വാളിഫൈങ് ആയിട്ടുള്ള ഒരു ഷിപ്പുകളോ ആയിരിക്കണം. ഓക്കെ, ദെൻ താഴെ നോക്കാം. വാട്ട് ഈസ് എ ക്വാളിഫൈങ് കമ്പനി? സെക്ഷൻ 115 VC. സെക്ഷൻ 115 VC അനുസരിച്ചിട്ട് ക്വാളിഫൈങ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഒരു ക്വാളിഫൈങ് കമ്പനി? It is an Indian company. അതൊരു ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. The place of effective management of the company is in India. അതിന്റെ പോയം നമ്മൾ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് പറഞ്ഞാൽ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് പൂർണ്ണമായിട്ടും അതിന്റെ എഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യക്ക് അകത്തായിരിക്കണം. ദെൻ ഇറ്റ്സ് ഓൺ അറ്റ്ലീസ്റ്റ് വൺ ക്വാളിഫൈങ് ഷിപ്പ്. ആ കമ്പനിക്ക് ഒരു ക്വാളിഫൈങ് ഷിപ്പ്, മിനിമം ഒരു ക്വാളിഫൈങ് ഷിപ്പ് എങ്കിലും അവർക്ക് ഉണ്ടാവണം. ദെൻ the main object of the company is to carry on the business of operating ship. ഷിപ്പുമായി അവരുടെ ആ ഒരു ബിസിനസിന്റെ ആ ഒരു കമ്പനിയുടെ പ്രധാന ലക്ഷ്യം, പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഈ ക്വാളിഫൈങ് ഷിപ്പിന്റെ ഓപ്പറേഷൻ, അതിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നായിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ കമ്പനിയെ നമുക്ക് ഒരു ക്വാളിഫൈങ് കമ്പനി ടന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചിട്ട് ടാക്സ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ ക്വാളിഫൈങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് നമുക്ക് പറയാം. അപ്പം ഈ 4 ക്രൈറ്റീരിയ ആണ് അതിന് വേണ്ടിയിട്ട് പറയുന്നത്. ഒന്നിട്ട് ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, അതിന്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യക്ക് അകത്തായിരിക്കണം. ദെൻ ആ കമ്പനിക്ക് മിനിമം ഒരു ക്വാളിഫൈങ് ഷിപ്പ് എങ്കിലും ഉണ്ടാവണം. ആ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം ആ ക്വാളിഫൈങ് ഷിപ്പിൽ നിന്നുണ്ടാകുന്ന വരുമാനം നേടുക അല്ലെങ്കിൽ റവന്യൂ ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഓക്കെ, ദ നെക്സ്റ്റ്, വാട്ട് ഈസ് എ ക്വാളിഫൈങ് ഷിപ്പ്? സെക്ഷൻ 115 VD. A qualifying ship under the tonnage tax
ടാക്സ് സ്കീം സാറ്റിസ്ഫൈഡ് ദി ഫോളോയിങ് ക്രൈറ്റീരിയാസ്. ഒരു ടെന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചിട്ട് ഒരു ഷിപ്പ് ക്വാളിഫൈങ് ഷിപ്പ് ആവണമെങ്കിൽ താഴെ പറയുന്ന ചില ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സീ ഗോയിങ് ഷിപ്പ് ഓർ വെസൽ ഓഫ് 15 നെറ്റ് ടെന്നേജ് ഓർ മോർ. 15 ടണ്ണിൽ കൂടുതൽ, 15 ടണ്ണോ അതിൽ കൂടുതലോ കപ്പാസിറ്റിയുള്ള ഒരു സീ ഗോയിങ് ഷിപ്പ് ആയിരിക്കണം അത്. ദെൻ എ ഷിപ്പ് ദാറ്റ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദി മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958. 1958 മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഷിപ്പ് ആയിരിക്കണം അത്. ദെൻ ഫോർ എ ഷിപ്പ് ദാറ്റ് ഈസ് രജിസ്റ്റേർഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ദ ലൈസൻസ് ഹാസ് ടു ബി ഇഷ്യൂഡ് ബൈ ദി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്. ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഷിപ്പാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ഷിപ്പിന് നമ്മുടെ രാജ്യത്തേക്ക് ആവശ്യമായ ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കണം. ആര്? ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ ലൈസൻസ് ഉള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഷിപ്പായിരിക്കണം അത്. ദെൻ ഷിപ്പ് ഷുഡ് ഹോൾഡ് ആൻ എഫക്റ്റീവ് സർട്ടിഫിക്കറ്റ് ദാറ്റ് ഇൻഡിക്കേറ്റ് ഇറ്റ്സ് നെറ്റ് ടെന്നേജ്. അതുപോലെ തന്നെ അതിന്റെ നെറ്റ് ടെന്നേജ്, അതിന്റെ ടെന്നേജ് കപ്പാസിറ്റി എത്രയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു എഫക്റ്റീവ് സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ഷിപ്പായിരിക്കണം. ഓക്കെ, ഇത്രയും 4 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയെ നമുക്ക് ഒരു ക്വാളിഫൈങ് ഷിപ്പ് എന്ന് പറയാം. അപ്പോൾ ക്വാളിഫൈങ് ഷിപ്പും ക്വാളിഫൈങ് കമ്പനി പ്ലസ് ക്വാളിഫൈങ് ഷിപ്പ് ആണെങ്കിൽ മാത്രമേ ടെന്നേജ് ടാക്സേഷൻ സ്കീം അനുസരിച്ചിട്ട് ആ ഓപ്ഷൻ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. Okay, the next, the profit from the business operating using the qualifying ship will not be applicable for minimum alternate tax provision. അപ്പോൾ ഈ ടെന്നേജ് ടാക്സേഷൻ സ്കീമിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ഈ മിനിമം ആൾട്ടർനേറ്റ് ടാക്സ് മാറ്റ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം മാറ്റ് പ്രൊവിഷൻസ് സാധാരണ ബിസിനസ് ഇൻകത്തിൽ നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കണ്ടെത്തിയിട്ട് ആ ബുക്ക് പ്രോഫിറ്റിന്റെ 15% നമ്മൾ മിനിമം ആൾട്ടർനേറ്റീവ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാതെ ടാക്സ് പേബിൾ കണ്ടുപിടിക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടാക്സ് പ്രൊവിഷനും, അതായത് മാറ്റ് പ്രൊവിഷൻ ഇവിടെ അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നോക്കുക, എക്സ്ക്ലൂഷൻ ഫ്രം ദി ഡെഫിനിഷൻ ഓഫ് ക്വാളിഫൈങ് ഷിപ്പ്. ക്വാളിഫൈങ് ഷിപ്പ് എന്ന് പറയുന്ന ആ ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ ആ ഡെഫിനിഷന്റെ പുറമേ വരുന്ന മറ്റ് തരത്തിലുള്ള ഷിപ്പുകളാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, എ സീ ഗോയിങ് ഷിപ്പ് ഓർ വെസൽ ഇഫ് ദ മെയിൻ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ് ഈസ് ദ പ്രൊവിഷൻസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓഫ് എ കൈൻഡ് നോർമലി പ്രൊവൈഡഡ് ഓൺ ലാൻഡ്. അതായത് നമ്മുടെ കരയിലൊക്കെ സാധാരണയായിട്ട് നമുക്ക് നമ്മുടെ ലാൻഡിൽ സാധാരണയായിട്ട് ലഭിക്കുന്ന ഗുഡ്സും സർവീസസിനും അതിന്റെയൊക്കെ മൂവ്മെന്റിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സീ ഗോയിങ് ഷിപ്പ്. ആ സീ ഗോയിങ് ഷിപ്പിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല? ഒരു ക്വാളിഫൈങ് ഷിപ്പായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഫിഷിംഗ് വെസൽ, അതായത് നമ്മുടെ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന കപ്പലുകൾ, അതിനെ നമുക്ക് ക്വാളിഫൈങ് ഷിപ്പായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ദെൻ ഫാക്ടറി ഷിപ്പ്, ദ ഷിപ്പ് പ്രൊവൈഡിംഗ് പ്രോസസിംഗ് സർവീസസ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഫിഷിംഗ് പ്രൊഡ്യൂസ്. അതായത് നമുക്കറിയാം ഈ ഐസ് അതങ്ങനെയുള്ള ഇത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം ഒരു മാസം ഒരാഴ്ചയ്ക്കും അല്ലെങ്കിൽ അങ്ങനെ നീണ്ട യാത്രയായിരിക്കും ഫിഷിംഗ് കപ്പലുകൾ ഫിഷിംഗ് ഷിപ്പുകൾ നടത്താറുള്ളത്. അപ്പൊ അത് കേടുകൂടാതെ സൂക്ഷിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ഷിപ്പുകളെയാണ് ഫാക്ടറി ഷിപ്പ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഷിപ്പുകളും ഇതിന് ഈ ഡെഫിനിഷന് പുറത്താണ്, ക്വാളിഫൈങ് ഷിപ്പിന്റെ ഡെഫിനിഷന് പുറത്താണ്. ദെൻ പ്ലഷർ ക്രാഫ്റ്റ്, അതായത് നമ്മുടെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉല്ലാസയാത്രകൾക്കും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഷിപ്പ്. ദെൻ ഹാർബർ ആൻഡ് റിവർ ഫെറീസ്, അതായത് നമുക്ക് അറിയാം ഈ നദി ചങ്ങാടം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ, ചങ്ങാടം. അതുപോലെ തന്നെ നമ്മുടെ ഈ തോണി, കടത്ത് വണ്ടികൾ, കടത്ത് തോണികൾ, ഇത്തരത്തിലുള്ളതൊന്നും എന്താ ഈ ഷിപ്പിംഗ് ക്വാളിഫൈങ് ഷിപ്പിന്റെ പരിധിയിൽ വരുന്നില്ല. ദെൻ ഓഫ് ഷോർ ഇൻസ്റ്റാളേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷിപ്പുകൾ, ഇതൊന്നും എന്ത് വരുന്നില്ല? ക്വാളിഫൈങ് ഷിപ്പായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. Then a qualifying ship used as fishing vessel for a period of more than 30 days during a previous year. അതുപോലെ നേരത്തെ നമ്മുടെ എന്താണ് ടെന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചിട്ട് ക്വാളിഫൈങ് ആയിട്ടുള്ള ഒരു ഷിപ്പ് ആയിരിക്കും. പക്ഷെ ആ ഷിപ്പ് എന്താണ് കഴിഞ്ഞ ഒരു 30 ദിവസമായിട്ട്, കഴിഞ്ഞ വർഷത്തിലെ ഏതെങ്കിലും ഒരു 30 ദിവസം അതിൽ കൂടുതലോ കാലയളവിൽ അതൊരു ഫിഷിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടി, മത്സ്യബന്ധനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. എങ്കിലും അതിനെ നമുക്ക് ഈ ക്വാളിഫൈങ് ഷിപ്പ് എന്നുള്ള ആ ഒരു ഇതിൽ നിന്നും ആ ഡെഫിനിഷനിൽ നിന്നും പുറത്താണ് അത്തരത്തിലുള്ള ഷിപ്പുകൾ. അപ്പൊ ഇത്തരത്തിൽ 7 തരത്തിലുള്ള ഷിപ്പുകളെ നമ്മൾ ക്വാളിഫൈങ് ഷിപ്പിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസിനൊക്കെ ഉപകാരപ്പെടും, പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്താണ് ക്വാളിഫൈങ് ഷിപ്പ്, അതിൽ നിന്ന് ഒഴിവായിട്ടുള്ള ക്വാളിഫൈങ് ഷിപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ദ നെക്സ്റ്റ്, മാനർ ഓഫ് കമ്പ്യൂട്ടേഷൻ, എങ്ങനെയാണ് ഷിപ്പിംഗ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, എ ടെന്നേജ് ടാക്സ് കമ്പനി engaged in the business of operating qualifying ship shall compute the profit from such business under the tonnage tax scheme.
അപ്പോൾ ടെന്നേജ് ടാക്സ് കമ്പനി ടെന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചിട്ട് ആ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുവാൻ ക്വാളിഫയിങ് ആയിട്ടുള്ള കമ്പനി ആ ഒരു സിസ്റ്റം ടെന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചിട്ടായിരിക്കണം ആ ബിസിനസിന്റെ പ്രോഫിറ്റ് ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. Then income from the business of operating qualifying ship shall be considered as separate from other business of the assessee. അതായത് ഈ ക്വാളിഫൈങ് കമ്പനിക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന ഇൻകം മറ്റ് ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് അതിനെ രണ്ടിനെയും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് പരിഗണിക്കണം. ഓക്കെ, then third point, TTS shall apply only if an option to that effect is made in accordance with the provisions of section 115 VP method and timing of opting. അതായത് മെത്തഡ് ആൻഡ് ടൈമിംഗ്, അതായത് ഈ ടെന്നേജ് ടാക്സ് സ്കീം അഡോപ്റ്റ് ചെയ്യാനുള്ള മെത്തേഡും അതിന്റെ ടൈമിങ്ങും അതൊക്കെ കൃത്യം ആ രീതിക്ക് അനുസരിച്ച് നടന്നാൽ മാത്രമേ എന്ത് ടെന്നേജ് ടാക്സ് സ്കീം ആപ്ലിക്കബിൾ ആവുകയുള്ളൂ ഒരു കമ്പനിക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. Then if TTS is not opted, income shall be computed as per റെഗുലർ പ്രൊവിഷൻസ്. അതായത് സാധാരണ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് സാധാരണ ഒരു എന്താണ് ബിസിനസ് ഇൻകം എങ്ങനെയാണോ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻകം എങ്ങനെയാണോ അസസ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും ആ കമ്പനി ടെന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചിട്ടല്ല ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ അവരുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് സാധാരണ കമ്പനീസിന്റെ ഇൻകം എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത് എന്താണ് ടെന്നേജ് ടാക്സ് സ്കീം, ആ ടാക്സ് സ്കീം അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു കമ്പനി ടാക്സബിൾ ആ സ്കീമിലേക്ക് വരുന്നത്. അതിനൊരു ക്വാളിഫൈങ് കമ്പനി ആയിരിക്കണം, ഒരു ക്വാളിഫൈങ് ഷിപ്പ് ഉള്ള കമ്പനി ആയിരിക്കണം, ക്വാളിഫൈങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. ഓക്കെ, ആ തുടങ്ങിയ കാര്യങ്ങളും അതിന്റെ ടാക്സ് ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക അതിന്റെ മാനർ ഓഫ് കമ്പ്യൂട്ടേഷനുമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ടെന്നേജ് സ്കീം. ടെന്നേജ് സ്കീം അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ഡെയിലി ടെന്നേജ് ഇൻകം ഓഫ് എ ക്വാളിഫൈങ് ഷിപ്പ് ഹാസ് ടു ബി കമ്പ്യൂട്ടഡ് ആസ് അണ്ടർ. താഴെ പറയുന്ന രീതിയിലാണ് ഒരു ടെന്നേജ് കമ്പനിയുടെ ഡെയിലി ടെന്നേജ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഡെയിലി ടെന്നേജ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നു, അതിനെ ഓപ്പറേറ്റിംഗ് ഡേയ്സ് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടാണ് ഒരു വർഷത്തേക്കുള്ള ടെന്നേജ് ഇൻകം ആ ഷിപ്പിംഗ് കമ്പനിയുടെ ടെന്നേജ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കുക, രണ്ട് നമുക്കൊരു സ്ലാബ് രീതിയിലാണ് ഈ ടെന്നേജ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത്. നോക്കുക, ക്വാളിഫൈങ് ഷിപ്പ് ഹാവിംഗ് നെറ്റ് ടെന്നേജ് അപ് ടു 1000, then ₹70 for each 100 ton. അതായത് 1000 ടെന്നേജ് വരെയുള്ള ഒരു ക്വാളിഫൈങ് ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓരോ 100 ടെന്നിനും 70 രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡെയിലി ടെന്നേജ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the next exceeding 1000 but not more than 10,000. 1000 കൂടുതൽ ടെന്നേജ് ഉണ്ട് എന്നാൽ 10,000 കൂടുതലല്ല. അതപ്പോൾ 1000-നും 10,000-നും ഇടയിൽ ടെന്നേജ് കപ്പാസിറ്റി ഉള്ള ഒരു ക്വാളിഫൈങ് ഷിപ്പിന്റെ ഡെയിലി ടെന്നേജ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് 700 plus ₹53 for each 100 tons exceeding 1000 tons. 1000 ടെന്നിന് മുകളിൽ, അതായത് 700 രൂപയും പ്ലസ് എന്താണ് 1000 ടെന്നിന് മുകളിലേക്ക് പോയിട്ടുള്ള ഓരോ 100 ടെന്നിനും 53 രൂപ വെച്ചിട്ടും എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ടെന്നേജ് ഇൻകം അവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ദെൻ എക്സീഡിങ് 10,000 ബട്ട് നോട്ട് മോർ ദാൻ 25,000. അതായത് 10,000 ടെന്നിന് മുകളിൽ കപ്പാസിറ്റി ഉള്ള കപ്പലാണ്, പക്ഷേ 25,000 ടെന്നിന് മുകളിലേക്ക് പോയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെന്നേജ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് 5,470 പ്ലസ് 42 രൂപ ഓരോ 10,000 ടെന്നിന് മുകളിലേക്ക് കടന്നിട്ടുള്ള ഓരോ 100 ടെന്നിന് 42 രൂപ വെച്ചിട്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ടെന്നേജ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ₹5,470 പ്ലസ് ₹42 for each 100 tons exceeding 10,000 tons. Then exceeding 25,000 tons. 25,000 ടെന്നിന് മുകളിലേക്ക് പോയിട്ടുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെയിലി ടെന്നേജ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് ₹11,770 പ്ലസ് ₹29 for each 100 ton exceeding 25,000 ton. അതായത് 11,770 രൂപ പ്ലസ് എന്താണ് 25,000 ടെന്നിന് മുകളിലേക്ക് പോയിട്ടുള്ള ഓരോ 100 ടെന്നിനും 25 രൂപ വെച്ചിട്ട്. അങ്ങനെയാണ് ആ ഒരു കമ്പനിയുടെ ഡെയിലി ടെന്നേജ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഈ ഡെയിലി ടെന്നേജ് ഇൻകത്തിന് ഒരു വർഷത്തേക്കുള്ള ആ കമ്പനി ഇൻകം ആയിട്ട് നമ്മൾ മാറ്റുക, ആ കമ്പനി എത്ര ദിവസം ഓപ്പറേറ്റ് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇൻറ്റു ഓപ്പറേറ്റിംഗ് പീരീഡ്. ഓക്കെ, ഇൻ ദി പ്രീവിയസ് ഇയർ. ദെൻ നെക്സ്റ്റ് നോക്കുക, എന്താണ് ടെന്നേജ്. ടെന്നേജ് മീൻസ് ദ ടെന്നേജ് ഓഫ് ഷിപ്പിംഗ് ഇൻഡിക്കേറ്റഡ് ഇൻ ദി വാലിഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഇൻക്ലൂഡ് ഡീംഡ് ടെന്നേജ് കമ്പ്യൂട്ടഡ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് മാനർ. അപ്പോൾ ടെന്നേജ് എന്ന് പറഞ്ഞെങ്കിൽ ആ കമ്പനിയുടെ സർട്ടിഫിക്കറ്റിൽ ആ കമ്പനിയുടെ കപ്പാസിറ്റി എത്രയാണോ എന്ന് കാണിച്ചുകൊണ്ട്, അവരുടെ ഷിപ്പിംഗ് ടെന്നേജ് കപ്പാസിറ്റി എത്രയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ആ സർട്ടിഫിക്കറ്റിൽ പറയുന്നതിനെയാണ് അതിന്റെ ടെന്നേജ് എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡീംഡ് ടെന്നേജ് എന്ന് പറഞ്ഞാൽ എന്താണ്?
means the tonnage in respect of arrangement of purchase of slot charter and arrangement of sharing break bulk vessel. അതായത് സ്ലോട്ട് പർച്ചേസിന്റെ ഭാഗമായിട്ട് സ്ലോട്ട് ചാർട്ടർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഇതിനെയാണ് ഡീംഡ് ടെന്നേജ് എന്ന് പറയുന്നത്. Then the tonnage is to be rounded off to nearest multiple of 100 ton. അപ്പൊ ഈ ടെന്നേജിന് നമ്മൾ എന്താണ് തൊട്ടടുത്തുള്ള നിയറസ്റ്റ് മൾട്ടിപ്പിൾ 100 ടൺ തൊട്ടടുത്തുള്ള 100ലേക്ക് മൾട്ടിപ്പിൾ ചെയ്യാനും ചെയ്യാറ്. അപ്പോൾ നമ്മൾ എന്താണ് 262 ടെന്നേജ് എന്ന് പറയുമ്പോൾ അതിന് 300 ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുക. ദെൻ എന്താണ് 244 എന്ന് പറയുമ്പോൾ അതിന് 200 ടൺ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ നിയറസ്റ്റ് 100ലേക്ക് അതിന് എന്ത് ചെയ്യും, റൗണ്ട് ഓഫ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ നോ ഡിഡക്ഷൻ ഓർ സെറ്റ് ഓഫ് ഈസ് അലൗഡ് ഇൻ കമ്പ്യൂട്ടിംഗ് ദി ടെന്നേജ് ഇൻകം. നമുക്കറിയാം സാധാരണ ഈ ഇൻകം കമ്പനിയുടെ ഇൻകം അസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് പ്രൊവിഷൻസും ഡിഡക്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ഡിഡക്ഷൻസ് സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് പ്രൊവിഷൻസ് ഇവിടെ ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ടെന്നേജ് ഇൻകം ഇൻ കേസ് ഓഫ് എ ജോയിന്റ് ഓപ്പറേഷൻ. ഒരു ബിസിനസ് എന്താണ് നമ്മുടെ ബിസിനസ് ജോയിന്റ് ഓപ്പറേഷനിൽ നിന്നുണ്ടാകുന്ന ഇൻകം ടെന്നേജ് ഇൻകം ജോയിന്റ് ഓപ്പറേഷന്റെ കേസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കുക, where a qualifying ship is operated by 2 or more companies. രണ്ടോ അതിലധികമോ കമ്പനി ഒരു ക്വാളിഫൈങ് ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ജോയിന്റ് ഓപ്പറേഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ എങ്ങനെയാണ്, ബൈ വേ ഓഫ് ജോയിന്റ് ഇൻട്രസ്റ്റ് ഇൻ ദി ഷിപ്പ് ഓർ ബൈ വേ ഓഫ് എൻ എഗ്രിമെന്റ് ഫോർ ദി യൂസ് ഓഫ് ദി ഷിപ്പ്. അപ്പോൾ രണ്ടോ അതിലധികമോ കമ്പനി ഒരു ഷിപ്പ് ജോയിന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കേസിലാണ് ജോയിന്റ് ഓപ്പറേഷൻ ഉണ്ടാവുക. ആ കേസിൽ ഉണ്ടാകുന്ന ഇൻകം എങ്ങനെയാണ്, ടെന്നേജ് ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരു എന്തെങ്കിലും എങ്ങനെയായിരിക്കും അവർ ജോയിന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒന്നുകിൽ അവർ തമ്മിലുള്ള എന്താണ് ഷെയർ ഹോൾഡിങ്സിന്റെ അടിസ്ഥാനത്തിലോ, രണ്ട് കമ്പനിക്കും ചിലപ്പോൾ ഒരു ഷിപ്പിന്റെ മുകളിൽ എന്തുണ്ടാവും, ഷെയർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാം. അതല്ലെങ്കിൽ എന്താണ് അവർ തമ്മിലുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. their respective share are definite and ascertainable. ആ രണ്ട് കമ്പനികൾക്കും ആ ഒരു ക്വാളിഫൈങ് ഷിപ്പിലുള്ള ഷെയർ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുവെങ്കിൽ the tonnage income of each such company shall be amount equal to share of income proportional to its share of interest. അപ്പൊ അങ്ങനെയെങ്കിൽ ഓരോ കമ്പനിക്കും ഉള്ള എന്താണ് ടെന്നേജ് ഇൻകം നമ്മൾ തീരുമാനിക്കുന്നത് ആ കമ്പനിയുടെ ഷെയർ ഓഫ് ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അതായത് അവർക്ക് ആ കമ്പനിയുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ഷെയറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ആ ഷെയർ ഓഫ് ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് കൊടുക്കും അവരുടെ ഓരോ കമ്പനികൾക്കുള്ള ടെന്നേജ് ഇൻകത്തെ. ഓക്കെ, അതായത് നമ്മുടെ സാധാരണ ബിസിനസ്സിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതിനെ ഡിവൈഡ് ചെയ്ത് പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ട് ഓരോ കമ്പനിക്ക് കൊടുക്കുമെന്ന് അർത്ഥം, ജോയിന്റ് ഓപ്പറേഷൻ എന്നുണ്ടാകുന്ന കേസ്. ഇനി അടുത്ത കേസ് നോക്കുക, വേർ 2 or more companies are operator of a qualifying ship. The tonnage income of each company shall be computed as if each had been the only operator if the conditions specified in A and B of 1 above are not satisfied. മുകളിൽ പറയുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, ആ ഒരു അഗ്രിമെന്റ് പ്രകാരമോ അല്ലെങ്കിൽ അവിടെ എന്താണ് ഡെഫിനിറ്റ് ആയിട്ട് എത്രയാണ് ഓരോ കമ്പനിക്കുമുള്ള ആ ഷിപ്പിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമുക്ക് അറിയാത്ത ഒരു സാഹചര്യത്തിൽ, എന്നാൽ എന്താണ് രണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ആ ഷിപ്പിന്റെ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കേസിൽ ഓരോ കമ്പനിയുടെയും ടെന്നേജ് ഇൻകം ഓരോന്നിനും ഒരേ ഒരു ഓപ്പറേറ്റർ ആയിരുന്നത് പോലെ കണക്കാക്കുകയാണ് ചെയ്യുക. ഓരോ ഓപ്പറേറ്റർ ആവുന്ന കേസിൽ ഓരോ കമ്പനിയുടെയും എന്താണ് ടെന്നേജ് ഇൻകം ഓരോന്നിനും ഒരേ ഒരു ഓപ്പറേറ്റർ ആയിരുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരുടെ ടെന്നേജ് ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിറ്റുവേഷൻ അതായത് ഒന്നിൽ പറയുന്ന ഈ കണ്ടീഷൻ, അതായത് നമുക്ക് അസൈറ്റൈനബിൾ അല്ലാത്ത കേസിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എന്ത് നമുക്ക് ഷെയർ കൃത്യമായിട്ട് അസൈറ്റൈൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ. ഓക്കെ, ദ നെക്സ്റ്റ് റെലവന്റ് ഷിപ്പിംഗ് ഇൻകം. എന്താണ് റെലവന്റ് ഷിപ്പിംഗ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റെലവന്റ് ഷിപ്പിംഗ് ഇൻകം of a tonnage tax company means its profit from core activities and its profit from incidental activities, where the aggregate of income from incidental activities exceeds 1/4% of the turnover from core activities. Such excess will not form part of relevant shipping income for the purpose of this chapter and shall be taxable under other portions of this act. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്താണ് ഈ റെലവന്റ് ഷിപ്പിംഗ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റെലവന്റ് ഷിപ്പിംഗ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെന്നേജ് കമ്പനിയുടെ കോർ ആക്ടിവിറ്റീസിൽ നിന്നും അതിന്റെ ഇൻസിഡന്റൽ ആക്ടിവിറ്റീസിൽ നിന്നും ഉണ്ടാകുന്ന ഇൻകത്തിനെയാണ് ആ കമ്പനിയുടെ റെലവന്റ് ഷിപ്പിംഗ് ഇൻകം ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, വേർ ദ അഗ്രിഗേറ്റ് ഇൻകം ഓഫ് ഫ്രം ഇൻസിഡന്റൽ ആക്ടിവിറ്റീസ്, അതായത് ഇൻസിഡന്റൽ ആക്ടിവിറ്റീസിൽ നിന്നുണ്ടാകുന്ന അഗ്രിഗേറ്റ് ഇൻകം റെലവന്റ് അല്ലെങ്കിൽ കോർ ആക്ടിവിറ്റീസിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിന്റെ 0.25% കൂടുതൽ വരികയാണ് എങ്കിൽ, അതായത് ഇൻസിഡന്റ് ആക്ടിവിറ്റീസിലെ ഇൻകം
കോർ ആക്ടിവിറ്റീസിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിന്റെ 0.25%, അതായത് 1/4 പറഞ്ഞതാണ് 0.5%-ന് മുകളിൽ വരികയാണ് എങ്കിൽ, അത് 25% മുകളിൽ വരികയാണ് എങ്കിൽ എന്താ ചെയ്യുക? 25% മുകളിൽ വരുന്ന ആ പോർഷൻ എന്ത് ചെയ്യില്ല, ഷിപ്പിംഗ് ഇൻകത്തിന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതെങ്ങനെയാണ്? ഈ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് മറ്റ് പ്രൊവിഷൻ പ്രകാരം അത് ടാക്സബിൾ ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, where the aggregate of income from incidental activities exceeds 1/4% of the turnover from core activities, such excess will not form part of relevant shipping income for the purpose of this chapter and shall be taxable under the other provisions of this act. ഈ ആക്ടിലെ മറ്റ് പ്രൊവിഷൻസ് പ്രകാരം അതെന്താണ്, ടാക്സബിൾ ആയിട്ട് മാറും. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇൻസിഡന്റൽ ആക്ടിവിറ്റീസിൽ നിന്നുണ്ടാകുന്ന ഇൻകം അത് കോർ ആക്ടിവിറ്റീസിന്റെ എന്താണ് 1/4 മുകളിൽ വരികയാണെങ്കിൽ, ആ 1/4 മുകളിൽ വരുന്ന പോർഷൻ എന്ത് ചെയ്യില്ല, ഇവിടെ റെലവന്റ് ഇൻകത്തിന്റെ കൂടെ എടുക്കില്ല എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് കോർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞെങ്കിൽ, ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ കോർ ആക്ടിവിറ്റീസ് എന്നാൽ എന്താണ്? ദ കോർ ആക്ടിവിറ്റീസ് ഓഫ് എ ടെന്നേജ് ടാക്സ് കമ്പനി ആർ നോക്കുക, ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഫ്രം ഓപ്പറേറ്റിംഗ് ക്വാളിഫൈങ് ഷിപ്പ്. ക്വാളിഫൈങ് ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്തതുണ്ടാവുന്ന ഇത് ഒന്ന്. ദെൻ അതർ ഷിപ്പ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ കോർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ എന്താണ്? ഒന്ന് ക്വാളിഫൈങ് ഷിപ്പിന്റെ ഓപ്പറേഷൻ നിന്നുണ്ടാകുന്നത്. പിന്നെന്താണ്? അതുപോലെ തന്നെ മറ്റ് ഷിപ്പ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഷിപ്പിംഗ് കോൺട്രാക്ട് ഇൻ റെസ്പെക്ട് ഓഫ് ഏണിംഗ് ഫ്രം പൂളിംഗ് അറേഞ്ച്മെന്റ്. ഏണിംഗ് ഫ്രം പൂളിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്? എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more person ഫോർ പ്രൊവൈഡിംഗ് സർവീസ് ത്രൂ എ പൂൾ. ഓക്കെ, അതിലധികമോ ആളുകൾ തമ്മിൽ ഉള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഒരു സർവീസ്, ഒരു പൂൾ എന്ന രീതിയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ ആളുകളുമായിട്ടുള്ള എഗ്രിമെന്റ്. ഓക്കെ, then operating one or more ship and sharing earning or operating profit on the basis of mutually agreed terms. അതായത് ഒന്നോ അതിലധികമോ ഷിപ്പുകൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നു, അതിന്റെ പ്രോഫിറ്റും അതുപോലെ തന്നെ എന്താണ് മ്യൂച്വൽ അഗ്രീഡ് ടേംസിൽ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു കേസിൽ അപ്പം ഇതാണ് ഷിപ്പിംഗ് കോൺട്രാക്ടിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇthen അടുത്ത് നോക്കാം, കോൺട്രാക്ട് ഓഫ് ഫ്രൈറ്റ്മെന്റ്. അതായത് എന്താണ്? A service contract under which tonnage tax company agreed to transport a specified quantity of specified product at a specified rate between designated loading and discharging port over a specified period. ഒരു കാലഘട്ടത്തിലേക്ക് എന്താണ് സാധനങ്ങൾ, ചരക്കുകൾ കടത്തുവാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് ലോങ് ടൈം കോൺട്രാക്ട്, സ്പെസിഫൈഡ് റേറ്റിൽ, സ്പെസിഫൈഡ് ക്വാണ്ടിറ്റിയിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം, സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ആ കരാറിനെയാണ് കോൺട്രാക്ട് ഓഫ് അഫ്രൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ ഉണ്ടാകുന്ന വരുമാനം, ഇതൊക്കെയാണ് ഒരു ക്വാളിഫൈങ് ഷിപ്പിന്റെ പ്രധാന കോർ ആക്ടിവിറ്റീസിൽ നിന്നുണ്ടാകുന്ന ടെന്നേജ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ കോർ ആക്ടിവിറ്റീസ് ഓഫ് ടെന്നേജ് ടാക്സ് കമ്പനി ആണ്. അപ്പോൾ ടെന്നേജ് ടാക്സ് കമ്പനിയുടെ പ്രധാന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ളവയാണ്. ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് ഓഫ് കോമൺ കോസ്റ്റ് സെക്ഷൻ 115 VJ. അപ്പൊ എങ്ങനെയാണ് കോമൺ കോസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാം. വേർ എ ടെന്നേജ് ടാക്സ് company also carries on any business or activity other than tonnage tax business, the common cost attributable to the tonnage tax business should be determined on a reasonable basis. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ടെന്നേജ് ടാക്സ് കമ്പനി അവർക്ക് മറ്റ് ബിസിനസ് ഉണ്ട്. ടെന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചുള്ള ക്വാളിഫൈങ് ഷിപ്പിന്റെ ഓപ്പറേഷൻ മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ട് എങ്കിൽ അവരെന്താ ചെയ്യുന്നത്? അപ്പോൾ എന്താണ്, രണ്ട് ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കോമൺലി അറേഞ്ച് ചെയ്തിട്ടുള്ള ചില കോസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കാം. ആ കോസ്റ്റുകളെ ഒരു റീസണബിൾ ബേസിസിൽ അവരെന്ത് ചെയ്യുന്നു, അതിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, the next, where any asset other than qualifying ship is not exclusively used for tonnage tax business by the tonnage tax company, depreciation on such asset has to be allocated between its tonnage tax business and other business. അതായത് രണ്ട് ബിസിനസ്സുകൾക്ക് നമുക്കറിയാം, ടെന്നേജ് ബിസിനസിന് പുറമെ, അതായത് ക്വാളിഫൈങ് ഷിപ്പിന്റെ ബിസിനസിന് പുറമെ അവർക്ക് മറ്റൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ രണ്ട് ബിസിനസിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും അസറ്റുകൾ ഉണ്ടെങ്കിൽ ആ അസറ്റിന്റെ ഡിപ്രീസിയേഷനും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. Then എങ്ങനെയാണ് അലോക്കേഷൻ നോക്കുക? Such allocation of depreciation has to be done on fair proportion to be determined by the assessing officer, having regard to the use of such asset for the purpose of the tonnage tax business and for other business. അതായത് ആ അലോക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? അസസിംഗ് ഓഫീസർ ഫെയർ പ്രൊപ്പോർഷൻ ഡിറ്റർമൈൻ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഡിപ്രീസിയേഷൻ അലോക്കേഷൻ അവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ടെന്നേജ് ടാക്സ് സ്കീം ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ, ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് നോക്കുക. ദ ഡിപ്രീസിയേഷൻ ഫോർ ദി ഫസ്റ്റ് പ്രീവിയസ് ഇയർ of the tonnage tax scheme has to be computed on the written down value of the qualifying ship.
അപ്പോൾ നമ്മൾ ഇവിടെ ഡിപ്രീസിയേഷൻ ആദ്യത്തെ പ്രീവിയസ് ഇയറിൽ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? WDV റിട്ടേൺ ഡൗൺ വാല്യൂ ക്വാളിഫൈങ് ഷിപ്പിന്റെ മുകളിൽ റിട്ടേൺ ഡൗൺ വാല്യൂ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then the written down value of the block of asset being shipped on the first day of the previous year has to be divided in the ratio of the book written down value of the qualifying ships and the book written down value of the non-qualifying ship other asset. അതായത് ക്വാളിഫൈങ് അസറ്റും അതുപോലെ അതർ അസറ്റിന്റെയും എന്താണ് ബുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂവിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദി ബ്ലോക്ക് ഓഫ് അസറ്റ് ബീങ് ഷിപ്പ് ആസ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് പ്രീവിയസ് ഇയർ ഹാസ് ടു ബി ഡിവൈഡ് ഇൻ ദി റേഷ്യോ ഓഫ് ബുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദി ക്വാളിഫൈങ് ഷിപ്പ് ആൻഡ് ദി ബുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദി നോൺ ക്വാളിഫൈങ് ഷിപ്പ്. അപ്പോൾ ക്വാളിഫൈങ് അസറ്റും അതിന്റെ അതർ അസറ്റിന്റെ റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു? ആ റിട്ടേൺ ഡൗൺ വാല്യൂവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, then the block of qualifying asset would be constitute a separate block of asset. അപ്പൊ നമ്മൾ ഈ എന്താണ് ടാക്സ് സ്കീം അനുസരിച്ചിട്ട് ക്വാളിഫൈങ് അസറ്റിന്റെ ബ്ലോക്കിൽ വരുന്ന അസറ്റുകളെ സെപ്പറേറ്റ് ബ്ലോക്ക് ഓഫ് അസറ്റ് ആയിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, the manner of computing the book written down value of the block of qualifying asset and the block of other asset is follows. താഴെ പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്വാളിഫൈങ് അസറ്റിന്റെ ബ്ലോക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ക്വാളിഫൈങ് അസറ്റിന്റെ ബ്ലോക്ക് തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് ക്വാളിഫൈങ് അസറ്റിന്റെ ബ്ലോക്കും മറ്റു അസറ്റിന്റെയും ബ്ലോക്കുകൾ താഴെ പറയുന്ന രീതിയിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നോക്കുക, നമുക്കറിയാം എന്താണ് കമ്പനി ബിസിനസ് ഇൻകത്തിൽ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ അതൊക്കെ കമ്പ്യൂട്ട് ചെയ്യുന്ന ബ്ലോക്ക് ഓഫ് അസറ്റുകൾ തിരിച്ചിട്ട് അതിന്റെ മുകളിൽ പെർസെന്റേജ് അപ്ലൈ ചെയ്തിട്ടാണുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പം ബ്ലോക്കുകൾ തിരിക്കുന്നത് താഴെ പറയുന്ന രീതിയിലാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോക്കാം എങ്ങനെയാണെന്നുള്ളത്. The book written down value of each qualifying asset and each other asset on the first day of previous year is determined by taking the book written down value of each asset appearing in the books of account as on the last day of preceding previous year. അതൊട്ട് മുമ്പത്തെ പ്രീവിയസ് ഇയറിലെ ലാസ്റ്റ് ഡേയിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ടുള്ള വാല്യൂ എത്രയാണോ അതാണ് എന്ത് ചെയ്യുന്നത്? പ്രീവിയസ് ഇയറിന്റെ ആദ്യത്തെ ഡേയിലുള്ള, അതായത് ക്വാളിഫൈങ് ഷിപ്പ് ആയതിനു ശേഷം അല്ലെങ്കിൽ ക്വാളിഫൈങ് അസറ്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഡേയിലുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞെങ്കിൽ തൊട്ട് മുമ്പത്തെ വർഷത്തെ ക്ലോസിംഗിൽ എത്രയാണോ എന്ത് റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് അസറ്റ് വരുന്നത് അതായിരിക്കും അതൊരു ക്വാളിഫൈങ് അസറ്റ് ആയതിനു ശേഷം അതിന്റെ പ്രീവിയസ് ഇയറിലെ ഫസ്റ്റ് ഡേയിൽ അതിന്റെ വാല്യൂ ആയിട്ട് അസറ്റിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ്. Then any change in the value of asset consequent to their revaluation after 10/9/2000 is to be ignored. അതായത് 2004 ശേഷം എന്തെങ്കിലും എന്താണ് വാല്യൂവിൽ എന്തെങ്കിലും റീവാലുവേഷൻ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അസറ്റിന്റെ വാല്യൂവിൽ റീവാലുവേഷന്റെ ഭാഗമായിട്ട് അസറ്റിന്റെ വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുന്നു ആ ഡിഫറൻസ്. Then the written down value of all the qualifying asset and other asset are to be aggregated. എല്ലാ ക്വാളിഫൈങ് അസറ്റിന്റെയും അതുപോലെ തന്നെ മറ്റ് അസറ്റുകളുടെയും റിട്ടേൺ ഡൗൺ വാല്യൂ എന്ത് ചെയ്യുന്നു? അഗ്രഗേറ്റ് ചെയ്യുന്നു, കൂട്ടി ചേർക്കുന്നു, അഗ്രഗേറ്റ് ചെയ്യുന്നു. Then the ratio of the aggregate book return down value of the qualifying asset and to the aggregate book return down value of the other asset has to be determined. അപ്പൊ ക്വാളിഫൈങ് അസറ്റിന്റെ അഗ്രിഗേറ്റ് വാല്യൂയും അതുപോലെ തന്നെ ക്വാളിഫൈങ് അതർ ക്വാളിഫൈങ് അസറ്റിന്റെ അല്ലെങ്കിൽ അതർ അസറ്റിന്റെ അഗ്രിഗേറ്റ് വാല്യൂ തമ്മിലുള്ള ഒരു റേഷ്യോ അവിടെ എന്തെങ്കിലും ഡിറ്റർമൈൻ ചെയ്യുന്നു. Then അടുത്ത് നോക്കുക, in case an asset forming part of block of qualifying asset begin to be used for the purpose of other than 10A tax business, an appropriate proportion of the written down value allocable to such asset has to be reduced from the written down value that block and added to the block of other asset. അതായത് ഈ ക്വാളിഫൈങ് അസറ്റ് ആയിട്ടുള്ള ഒരു അസറ്റ്, അതായത് നമ്മുടെ 10A ടാക്സ് സ്കീം അനുസരിച്ചിട്ടുള്ള ക്വാളിഫൈങ് അസറ്റ് അത് മറ്റ് ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷൻ കണ്ടെത്തിയിട്ട് അതിനെ ക്വാളിഫൈങ് അസറ്റ് ആയിട്ടും അതർ ബ്ലോക്ക് ഓഫ് അസറ്റ് ആയിട്ടും നമ്മൾ തിരിക്കും എന്നുള്ളതാണ്. അതായത് വേറൊരു ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആ ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കുന്ന പോർഷൻ കൃത്യമായി ഡിറ്റർമിൻ ചെയ്തിട്ട് ആ ഒരു പോർഷനെ വേറെ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ 10A ടാക്സ് സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഒരു പോർഷൻ കൃത്യമായിട്ട് അസെപ്റ്റ് ചെയ്യും, മറ്റൊരു പോർഷൻ കൃത്യമായിട്ട് അസെപ്റ്റ് ചെയ്യും. Then in case an asset forming part of block of asset other asset begin to be used as for 10A tax business, an appropriate portion of written down value allocable to such asset has to be reduced from the written down value of block of other asset and added to block qualifying asset. Okay, മുകളിൽ പറഞ്ഞിട്ടുള്ള അതേ പോയിന്റ് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. അതായത് വീണ്ടും ടൈപ്പ് വന്നതാണ്. ഓക്കെ, the next depreciation on the block of qualifying asset and a block of other asset so created shall be allowed if the written down value on the first previous year has been brought forward from the preceding previous year.
Our depreciation block of qualifying asset and a block of other assets of it shall be allowed. അതിന്റെ നമുക്ക് അതിന്റെ മുകളിൽ depreciation പ്രൊവൈഡ് ചെയ്യും. If the written down value as the first previous year has been brought forward from the preceding previous year, കഴിഞ്ഞ previous ഇയറിൽ നിന്നും ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുള്ള റിട്ടേൺ ഡൗൺ വാല്യൂ ആണെങ്കിൽ അതിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ തൊട്ട് മുമ്പത്തെ വർഷത്തിന് നമുക്ക് ബ്രോഡ് ഫോർവേഡ് നമുക്കറിയാലോ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്, അസറ്റിന്റെ വാല്യൂ ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള കേസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ കൃത്യമായിട്ട് ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. Then the expression book return down value means the return down value as appearing in the books of account. Then book return down value എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ബുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണുന്ന എന്താണ് ആ വാല്യൂ, ഇതിന്റെ അസറ്റിന്റെ വാല്യൂവിനെയാണ് ബുക്സ് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഡീംഡ് ഡിഡക്ഷൻ ആൻഡ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് എക്സെട്ര. ഓക്കെ, deemed deduction and set off and carry forward of loss, etc. Okay, any loss or allowances or deduction under section 30-43B relating to or allowable for any of the relevant previous year would be deemed to have been given full effect in that previous year itself. നമുക്കറിയാം സെക്ഷൻ 32 സെക്ഷൻ 43B വരെയുള്ള എന്താണ് ലോസുമായി ബന്ധപ്പെട്ടില്ല. എനി ലോസ് ഓർ അലവൻസസ് ഓർ ഡിഡക്ഷൻ under section 32-43B relating to or allowable for any relevant previous year would be deemed to have been given a full effect in that previous year itself. അതായത് അതേ പ്രീവിയസ് ഇയറിൽ തന്നെ അതിനുള്ള എഫക്ട് അവിടെ നൽകും. അതായത് അത് നമുക്ക് സെക്ഷൻ 32-43B പ്രകാരം അപ്ലിക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് ആ പ്രീവിയസ് ഇയറിൽ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. Then നോക്കുക, നോ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസ് ട്രാൻസ്ഫർഡ് ടു ഇൻ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് പ്രൊവിഷൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല. Section 70 to 70 subsection 1, 70 subsection 3, 71 subsection 1, 71 subsection 2, 72 subsection 1, section 72A subsection 1 ഒക്കെ ഇതൊക്കെ പ്രകാരമുള്ള സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് പ്രൊവിഷൻസ് നമുക്ക് ഈ 10H ടാക്സ് സ്കീമിൽ അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 10H ടാക്സ് സ്കീമിൽ എന്താണ് ഡിഡക്ഷൻസും സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് പ്രൊവിഷൻസ് ഒന്നും അപ്ലിക്കബിൾ അല്ല എന്നുള്ളത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. Relating to the business of operating qualifying ship of the company is permissible where such loss relate to any the previous year when the company is under 10H tax scheme. Relating to the business of operating qualifying ship of the company is permissible where such loss relate to any previous year when the company is under 10H tax scheme. അപ്പോൾ 10H ടാക്സ് സ്കീം അനുസരിച്ചിട്ടുള്ള ഇതാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഈ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് സെക്ഷൻ ഈ പറഞ്ഞ അല്ലാതെ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ലോസുകളോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുക അത് 10H ടാക്സ് സ്കീം അനുസരിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്താണ് പെർമിസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇത് നോക്കുക. അപ്പം സാധാരണ രീതിയിലുള്ള സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് നമുക്കറിയാലോ, ബിസിനസ് ഇൻകം സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് എന്നുള്ള പ്രൊവിഷൻസ്, ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് അത്തരത്തിലുള്ളതൊന്നും ഇവിടെ പറ്റില്ല. പക്ഷെ 10H ടാക്സ് സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോസും ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് പെർമിസിബിൾ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. Then നോക്കുക, no deduction under chapter 6A is allowable in relation to profit and gain from the business operating qualifying ship. ചാപ്റ്റർ 6A നമുക്കറിയാം സെക്ഷൻ 80C to 80U പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഉണ്ടല്ലോ. ആ ഡിഡക്ഷൻസ് ഒന്നും ചാപ്റ്റർ 6A പറയുന്ന ഡിഡക്ഷൻസ് ഒന്നും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. Then in computing the depreciation allowances under section 32, the return down value of any asset used for the purpose of 10H business has to be computed if the company has claimed and has been actually allowed deduction in respect to depreciation done previous year. അത് നമ്മൾ സെക്ഷൻ 32 അനുസരിച്ച് ബ്ലോക്ക് ഓഫ് അസറ്റ് ഒക്കെ തിരിച്ചിട്ട് അതിന്റെ മുകളിൽ സെക്ഷൻ 32 അനുസരിച്ചിട്ട് റിട്ടേൺ ഡൗൺ വാല്യൂന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഡിഡക്ഷനും സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിനെ കുറിച്ച് പറയാനുള്ളത്, 10H ടാക്സ് സ്കീമിൽ പറയാനുള്ളത്. ഇനി സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസ് ഓഫ് 10H ടാക്സ് ബിസിനസ്. 10H ടാക്സ് ബിസിനസിന്റെ ലോസിന്റെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. Any loss attributable to its 10H tax business that have accrued to a company before its entry in 10H tax scheme can be set off only against relevant shipping income when the company is under tax scheme. അതായത് ഒരു 10H ടാക്സ് സ്കീമിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ആ ഷിപ്പ് ക്വാളിഫൈങ് കമ്പനിക്ക് 10H ടാക്സ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോസ് ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ആ ലോസിന് എന്ത് ചെയ്യാം, റെലവന്റ് ഷിപ്പിംഗ് ഇൻകത്തിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. Then such loss will not be available for set off against any income other than relevant shipping income in previous year beginning in the, or after the date of the company exercise its option under section 115B.
അതായത് ടെന്നേജ് ടാക്സ് സ്കീമിലേക്ക് വന്നതിന് ശേഷം ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ടെന്നേജ് ആ നേരത്തെ പറഞ്ഞിട്ടുള്ള ലോസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസ് റെലവന്റ് ഷിപ്പിംഗ് ഇൻകം അല്ലാത്ത മറ്റൊരു ഇൻകത്തിന് മുകളിൽ സെറ്റ് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, then അപ്പോൾ such loss will not be available for set off against any income other than relevant shipping income in any previous year beginning on or after the date when the company exercised its option under section 115 VP. Then any apportionment necessary to determine such loss should be made on a reasonable basis. അപ്പോൾ ആ ലോസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അപ്പോർഷൻമെന്റ് ഒക്കെ നടത്തണമെങ്കിൽ അത് കൃത്യമായിട്ട് റീസണബിൾ ബേസിസിൽ എന്ത് ചെയ്യണം, ആ ലോസ് ഡിറ്റർമൈൻ ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, then capital gain from transfer of tonnage tax asset. ഒരു ടെന്നേജ് ടാക്സ് അസറ്റിന്റെ ട്രാൻസ്ഫറിൽ നിന്നുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ് ഇനി നോക്കാം. ഓക്കെ, പ്രോഫിറ്റ് ഓർ ഗെയിൻ അറൈസിംഗ് ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബീങ് an asset forming part of the block of qualifying asset is chargeable to income tax in accordance with the provisions of section 45. read with section 15. അതായത് നമുക്ക് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലാണ് അത് എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ടെന്നേജ് ടാക്സ് സ്കീം അനുസരിച്ചിട്ടുള്ള ഒരു ക്വാളിഫയിങ് അസറ്റ്, ആ അസറ്റിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇൻകം ഉണ്ടാവണം. അപ്പോൾ ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ സാധാരണ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞുള്ള ഹെഡിൽ തന്നെയാണ് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ക്യാപിറ്റൽ ഗെയിൻ സോ അറൈസിംഗ് ആസ് ടു ബി കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 45 to 51. അതായത് ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ അനുസരിച്ചിട്ടുള്ള ആ സെക്ഷൻ പ്രകാരമായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ക്യാപിറ്റൽ ഗെയിന് ടെന്നേജ് ടാക്സ് അസറ്റിന്റെ ട്രാൻസ്ഫറിൽ നിന്നുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. Then നോക്കൂ, പീരീഡ് ഫോർ വിച്ച് ടെന്നേജ് ടാക്സ് ഓപ്ഷൻ വിൽ റിമെയിൻ ഇൻ ഫോഴ്സ്. അപ്പോൾ ഈ ടെന്നേജ് ടാക്സ് ഓപ്ഷൻ അത് എത്ര കാലമാണ് ഇത് ഫോഴ്സ് ആവുന്നത്, ഫോഴ്സ് നിലവിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. An option for tonnage tax scheme would remain in force for a period of 10 years from the date on which such option has been exercised. അതായത് നമ്മൾ ടെന്നേജ് ടാക്സ് ഓപ്ഷൻ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് നമുക്ക് എന്തുണ്ട്, അത് ഇൻഫോഴ്സ് ആയിരിക്കും, നമ്മൾ ആ ഒരു ടാക്സ് സ്കീമിന്റെ പരിധിയിൽ വരും എന്നാണ് പറയുന്നത് 10 വർഷത്തേക്ക്. ഓക്കെ, then next, bar from opting for tonnage tax scheme in certain cases. നോക്കുക, a qualifying company is not eligible to opt for the tonnage tax scheme if ഒരു ക്വാളിഫൈങ് കമ്പനി തന്നെ ടെന്നേജ് സ്കീമിന് ഓപ്റ്റ് ചെയ്യാൻ എലിജിബിൾ ആയിരിക്കില്ല. താഴെ പറയുന്ന കണ്ടീഷൻസ് നോക്കിയിട്ട് the company on its own opt out of the tonnage scheme. ആ കമ്പനി സ്വമേധയാ ടെന്നേജ് ടാക്സ് സ്കീമിൽ നിന്ന് മാറി നിൽക്കുന്ന കേസിൽ then it make a default in complying with the provisions of section 115 VT or section 115 VU or section 115 VV. അതായത് ടെന്നേജ് ടാക്സ് സ്കീമുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻസ് ആണ് 115 VT, 115 VU, 115 VV. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പാലിക്കേണ്ടിയിരുന്ന നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ടെന്നേജ് സ്കീമിൽ നിന്നും എന്താണ് പുറത്തായിരിക്കും. ഓക്കെ, then its option has been excluded from tonnage tax scheme in violations of order made under section 115 VZC. അതായത് ഒരു പ്രത്യേക ഓർഡർ പ്രകാരം അവർ എന്ത് ചെയ്യുന്ന അവർക്കുള്ള ഓപ്ഷൻ ആ ഓപ്ഷൻ എന്ത് ചെയ്യുന്ന അവരെ ആ സ്കീമിൽ നിന്ന് അവരെ എന്ത് ചെയ്യുക, പുറത്താക്കുക അല്ലെങ്കിൽ അവരെ ഇന്നെലിജിബിൾ ആക്കി മാറ്റുക. ഓക്കെ, ഈ സാഹചര്യത്തിൽ എന്താണ്, ഒരു ചില ക്വാളിഫൈങ് കമ്പനി ആണെങ്കിൽ പോലും അവർക്ക് ടെന്നേജ് ടാക്സ് സ്കീമിലേക്ക് വരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. In such cases, the qualifying company will not be eligible to opt for tonnage tax scheme for a period of 10 years from the date of such opting out or default or order. അപ്പോൾ എന്താണ്, ഇങ്ങനൊരു ഈ 10 വർഷത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര കാലമാണ് അത് ഇൻഫോഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് ഓരോ ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വർഷത്തേക്ക് പിന്നെ അവർക്ക് ആ ഓപ്ഷൻ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് ഡിഫാൾട്ട് കാരണമോ എന്തെങ്കിലും ഓർഡർ കാരണമോ അല്ലെങ്കിൽ എന്താണ് അവർ സ്വമേധയാ ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടാണെങ്കിലോ പിന്നീട് അവർക്ക് ആ ഒരു സ്കീമിലേക്ക് വരാൻ എന്താണ് 10 വർഷത്തേക്ക് സാധ്യമാവില്ല എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, then next, transfer of profit to tonnage tax reverse account. നോക്കുക, a tonnage tax company is required to credit to a reverse account called tonnage tax reverse account an amount not less than 20% of the book profit derived from its core and incidental activities. ഓക്കെ, അതായത് ഒരു ടെന്നേജ് ടാക്സ് കമ്പനി എന്ത് ചെയ്യണം, അവരുടെ അതായത് ടെന്നേജ് ടാക്സ് റിസർവ് അക്കൗണ്ടിലേക്ക് അവരുടെ കോർ ആക്ടിവിറ്റീസിൽ നിന്നും അതുപോലെ തന്നെ ഇൻസിഡന്റൽ ആക്ടിവിറ്റീസിൽ നിന്നും ഉണ്ടാകുന്ന പ്രോഫിറ്റിന്റെ 20% മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, the amount credited should be utilized for acquiring new ship before the expire of 10 years for the purpose of business of the company
അങ്ങനെ ആ മാറ്റി വെച്ചിട്ടുള്ള ആ എമൗണ്ട് 8 വർഷത്തിനുള്ളിൽ ഒരു പുതിയ ഷിപ്പ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും വേണം. ഓക്കെ. Until the acquisition of new ship, the amount can be utilized for the purpose of the business of operating qualifying ship other than distribution by way of dividend or profit or for remittance outside India as a profit for the creation of any asset outside India. അതായത് നമ്മൾ അസറ്റ് വാങ്ങുന്ന ആ സമയം വരെ നമുക്ക് വേണമെങ്കിൽ ആ എമൗണ്ടിന് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഈ ഷിപ്പ് ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന ബിസിനസ്സിന് വേണ്ടിയിട്ട് അത് എന്താണ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല? ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. Then a tonnage tax company may transfer a sum in excess of 20% of book profit. Such excess sum transferred should also utilize the above manner. Tonnage കമ്പനിക്ക് വേണമെങ്കിൽ 20% കൂടുതൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ എമൗണ്ടും ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. Then book profit will have the same meaning in the explanation of section 115 JB. So for us, it relates to income derived from core and incidental activities. സെക്ഷൻ 115 ബുക്ക് പ്രോഫിറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഇവിടെയും സെക്ഷൻ 115 JB മാറ്റ് പ്രൊവിഷൻസ് ഭാഗമായിട്ട് പറയുന്ന ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെയും ബുക്ക് പ്രോഫിറ്റിനുള്ളത്. അതായത് കോർ ആക്ടിവിറ്റീസിൽ നിന്നും ഇൻസിഡന്റ് ആക്ടിവിറ്റീസിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഇൻകം. ഓക്കെ. Then where the company has book profit from the business of operating qualifying ship and book loss from any other source, and consequently the company is not in position to create full or any part of the reserve as required, then അതായത് ഒരു കമ്പനിക്ക് ക്വാളിഫൈങ് ഷിപ്പിന്റെ മുകളിൽ ബുക്ക് പ്രോഫിറ്റ് ഉണ്ട്, എന്നാൽ മറ്റ് സോഴ്സിൽ ബുക്ക് ലോസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞ തരത്തിൽ ഒരു 20% റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ the company should create the reserve to the extent possible in that previous year. അങ്ങനെയുള്ള കേസിൽ ആ കമ്പനി ആ വർഷം ആ കമ്പനിക്ക് എത്രത്തോളം റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും എക്സ്റ്റെന്റിൽ അവരെന്ത് ചെയ്യണം? റിസർവ് ക്രിയേറ്റ് ചെയ്യണം. The shortfall, if any, will be added to the amount of the reserve required to be created for the following previous year. ഇനി അതിൽ എന്തെങ്കിലും ഷോർട്ട് ഫാൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 20% കൃത്യമായിട്ട് അവർക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് ആ ഷോർട്ട് ഫാൾ അടുത്ത വർഷം എന്ത് ചെയ്യണം? വരുന്ന പ്രീവിയസ് ഇയറിൽ അവരെന്ത് ചെയ്തിരിക്കണം? അത് മേക്കപ്പ് ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. Then such shortfall will deemed to be a part of the reserve requirement of the following previous year. അത് അടുത്ത പ്രീവിയസ് ഇയറിൽ ആ ഷോർട്ട് ഫാള് അടുത്ത പ്രീവിയസ് ഇയറിലെ റിസർവ് റിക്വയർമെന്റിന്റെ ഭാഗമായിട്ട് പരിഗണിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. The next, consequence of misutilization or non-utilization. ടാക്സ് റിസർവ് അക്കൗണ്ടിലെ എമൗണ്ട് നമ്മൾ അതായത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെയോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? Where any amount credited to the net tax reserve account has been utilized for any purpose other than referred in above. മുകളിൽ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾക്കല്ലാതെ ആ എമൗണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എങ്കിൽ നോക്കുക, നോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് അല്ലെങ്കിൽ പുതിയ ഷിപ്പ് വാങ്ങുന്നതിന് വേണ്ടി 8 വർഷത്തിനുള്ളിൽ അതിന് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ he has been utilized for acquiring new ship within 8 years, but such ship is sold or transferred otherwise than in any scheme demerger within 3 years from the end of the previous year. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ഷിപ്പ് വാങ്ങി, പക്ഷെ ആ ഷിപ്പ് 8 വർഷത്തിനുള്ളിൽ പുതിയ ഷിപ്പ് വാങ്ങി, പക്ഷെ ആ ഷിപ്പ് നമ്മൾ വീണ്ടും വിൽക്കുകയോ അങ്ങനെ എന്ത് ചെയ്തു? ഡിമർജറിന്റെ ഭാഗമല്ലാതെ അതിനെ വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ. വിത്തിൻ 3 years 3 വർഷത്തിനുള്ളിൽ അങ്ങനെ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ an amount which bear the same proportion to the total relevant shipping income of the year in which such reserve was created as the amount out of such reserve so utilized or not utilized bear to the total reserve created during that year shall be taxable under the provisions of the act. അപ്പൊ അങ്ങനെ അവർ റിസർവ് ആയിട്ട് ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഡിഫറൻസ് നോൺ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള പോർഷനോ അല്ലെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് ഒക്കെ അത് ടാക്സബിൾ ആയിട്ട് മാറും എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ടാക്സബിൾ എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. ടാക്സബിൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു റെലവന്റ് ഷിപ്പിംഗ് ഇൻകം ഇൻടു എക്സ്റ്റെന്റ് ഓഫ് റിസർവ് അൺയൂട്ടിലൈസ്ഡ് ഓർ മിസ്യൂട്ടിലൈസ്ഡ് ഡിവൈഡ് ബൈ ടോട്ടൽ റിസർവ് ക്രിയേറ്റ് ഡ്യൂറിംഗ് ദി ഇയർ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെ ടാക്സബിൾ എമൗണ്ട് മിസ്യൂട്ടിലൈസേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അൺയൂട്ടിലൈസ് ചെയ്യുകയോ ടാക്സ് റിസർവ് അക്കൗണ്ടിലെ എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എക്സ്റ്റെന്റ് ടാക്സബിൾ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ടാക്സബിൾ ആയിട്ട് ആവുന്നത് എന്നുള്ളതാണ്, ആ ടാക്സബിൾ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ഇക്വേഷൻ taxable amount is equal to relevant shipping income into extent of service reserve unutilized or misutilized or total reserve created during the year. Such amount as calculated above would be taxable.
Then in case of about in the year in which amount was utilized, then other just ഒന്ന് വായിച്ച് നോക്കുക. Then, however, the income so taxable under other provisions of the Act will be reduced by the proportionate tonnage income charged to tax in the year creation of such reserve. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും എന്താണ് the income so taxable under other provisions, മറ്റു പ്രൊവിഷൻസ് പ്രകാരം ടാക്സ് ചെയ്തിട്ടുള്ള ആ ഇൻകം എന്ത് ചെയ്യുന്നു പ്രൊപ്പോർഷണൽ ടെന്നേജ് ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അത് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത പോർഷൻ ബാക്കി പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പോർഷൻസ് ആണ് നോക്കുന്നത്. ഈ ക്ലാസ്സിൽ നിങ്ങൾ നന്നായിട്ട് കേൾക്കുക. ഈ ഡോക്യുമെന്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആ ഡോക്യുമെന്റ് വെച്ചിട്ട് നിങ്ങളും കൂടെ വായിക്കുക, മീനിങ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻ ഒക്കെ ഇതിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ ഇതിനെ എടുക്കുക. ഓക്കെ, ശരി, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്.